നമസ്കാരം. മന്ത്രി വി എൻ വാസവൻ ഇന്ന് ന്യൂസ് 18 കേരളയുടെ മീറ്റ് ദ ലീഡറിൽ പങ്കെടുക്കും. നമസ്കാരം. നമസ്കാരം. ഇതിപ്പോൾ താങ്കൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ ഇപ്പോൾ ചർച്ചയിലുള്ളത് ദേവസ്വം വകുപ്പാണ്. അതിനൊരു കാരണവുമുണ്ട്. കാരണം അയ്യപ്പ സംഗമം നടക്കാൻ പോകുക. പല സംശയങ്ങളുണ്ട് അയ്യപ്പ സംഗമത്തെക്കുറിച്ച്. എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് വിവിധങ്ങളായ പരിപാടികൾ നടത്തണമെന്ന് ആലോചിച്ച ഘട്ടത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യ തീർത്ഥാടന കാലഘട്ടത്തിൽ കുറ്റമറ്റ രൂപത്തിൽ ശബരിമല തീർത്ഥാടനം സംഘടിപ്പിക്കാൻ ഗവൺമെൻറ്റിനും ദേവസ്വം ബോർഡിനും കഴിഞ്ഞു. പൊതുവിൽ പരാതിരഹിതമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അന്ന് വന്നിരുന്ന ചില അയ്യപ്പ ഭക്തന്മാർ, പ്രത്യേകിച്ച് ശ്രീലങ്കയിൽ നിന്നും സിലോണിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നൊക്കെ വന്നവർ ഇത് ആശയവിനിമയം നടത്തുന്ന കൂട്ടത്തിൽ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളെല്ലാം ശബരിമല ഉണ്ടായിരുന്നു, കഴിയുമെങ്കിൽ ഞങ്ങൾക്കിവിടെ എത്തിച്ചേരുന്ന ആളുകൾക്കൊക്കെ ഭാവിയിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് ചില അഭിപ്രായങ്ങളൊക്കെ പറയാം, ഞങ്ങൾക്ക് ലഭിക്കേണ്ട പശ്ചാത്തല സൗകര്യങ്ങളെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങളൊക്കെ കൂടി പറയും, കഴിയുമെങ്കിൽ എല്ലാവരെയും കൂട്ടിച്ചേർത്തൊരു സംഗമം സംഘടിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കും, സംഗമമല്ല അത് കൂട്ടായി പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കുമോ എന്നൊരു അഭിപ്രായമാണ് അവർ മുന്നോട്ട് വെച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വാഭാവികമായി ആ വിഷയത്തെ മുൻനിർത്തി പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം തന്നെ ഇങ്ങനൊരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഇവിടെ സർക്കാരാണ് ഇത് മുന്നിൽ നിന്ന് നയിക്കുന്നത് എന്നാണല്ലോ, ദേവസ്വം ബോർഡ് പിന്നിൽ നിൽക്കുന്നു എന്ന രീതിയിലാണ്. കാരണം ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന് ആളുകളെ ക്ഷണിക്കുന്നതിലൊക്കെ സർക്കാരിന്റെ മുദ്ര വെച്ചുള്ള ഇൻവിറ്റേഷൻ ലെറ്ററുകൾ പോകുന്നു, ക്ഷണക്കത്തുകൾ പോകുന്നു, അതുപോലെ തന്നെ സർക്കാരിന്റെ പണം മുടക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൽ ഒരു വ്യക്തത വരേണ്ടതാണ്. തെറ്റാണ്. ദേവസ്വം ബോർഡാണ് ഔദ്യോഗികമായി നേരിട്ട് എല്ലാവരെയും പോയി ക്ഷണിക്കുക. അതേസമയത്ത് നമ്മൾ മറ്റ് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയല്ലേ മന്ത്രിമാരെ ക്ഷണിക്കുമ്പോൾ സാധാരണ ദേവസ്വം ബോർഡൊക്കെ ക്ഷണിച്ചാൽ അവർ ഈ കാര്യത്തിൽ അവരെ വില കുറച്ച് കണ്ടു എന്നൊരു ധാരണ ഉണ്ടാകും. സ്വാഭാവികമായി ഒരു സംഘാടക സമിതി രൂപീകരിച്ചാൽ സംഘാടക സമിതിക്ക് ക്ഷണിക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ ദേവസ്വം ബോർഡ് മുന്നിൽ നിന്ന് തീരുമാനങ്ങളെല്ലാം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവരെ സഹായിക്കുന്ന സംവിധാനം ഒരുക്കുകയാണ് വകുപ്പ് ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നിടത്ത് സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒരു ബോർഡ് മെമ്പറോ ബോർഡോ പോകുന്നതല്ല ശരി. ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ദേവസ്വം വകുപ്പ് തന്നെ ആ കാര്യത്തിൽ സംഘാടക സമിതിയുടെ ഭാരവാഹികൾ തന്നെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നതാണ് ഏറ്റവും ഉന്നതമായ ഒരു ആതിഥേയ സംസ്കാരവും ഉന്നതമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി വരും. അതിനപ്പുറത്തൊരു കാര്യം അതിനെ കാണേണ്ടതില്ല. മറിച്ച് സർക്കാരിന്റെ പങ്കാളിത്തം ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരു മടി വെക്കേണ്ട കാര്യമുണ്ട്, മറക്കേണ്ട ആവശ്യമുണ്ട്. അല്ല, മടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സർക്കാരോട് ഇല്ലാതെ നടക്കില്ല. ഞാനതുകൊണ്ടാണ് ആദ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ തീർത്ഥാടന കാലഘട്ടം വിജയപ്രദമായി മാറ്റിയതിൻ്റെ പിന്നിൽ ദേവസ്വം ബോർഡിൻ്റെ മാത്രം ഇതുകൊണ്ട് നടക്കില്ല. പണം മുടക്കുമ്പോൾ ആരാണ് സ്പോൺസർഷിപ്പ്? ഇപ്പം ഇതിനകത്ത് ഇങ്ങനെ സംഘടിപ്പിച്ചാൽ ഞങ്ങൾ പലരും ഈ കാര്യത്തിൽ സഹകരിക്കാൻ തയ്യാറാണ്, സ്പോൺസർഷിപ്പുമായിട്ട് വരുമെന്ന്. ഇവിടെ 72ഓളം ആളുകൾ സാധാരണ സ്പോൺസർ ചെയ്യുന്ന വ്യക്തികളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്, ചില സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ കാര്യത്തിൽ സന്മനസ് പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ സ്പോൺസർഷിപ്പ് വാങ്ങിച്ചിട്ട് ചെയ്യുക. അത് കൃത്യമായി ഇപ്പോൾ ഒരു കൂട്ടർക്ക് ഞങ്ങൾ പന്തൽ ഏറ്റിരിക്കുന്നു, വേറൊരു കൂട്ടർക്ക് ഞങ്ങളോട് ദാഹത്തിലെത്തിക്കുന്ന കേസ് ഏറ്റു, മറ്റൊരു കൂട്ടർ ഇലിമിനേഷൻ ഏറ്റു, മറ്റൊരു ഞങ്ങൾ കൾച്ചറൽ പ്രോഗ്രാം ഏറ്റു. ഇങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന് വലിയ പണച്ചെലവ്, നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ വിനിയോഗിക്കുന്നോട് വരുന്ന ചിലവുകളൊക്കെയാണ് പിന്നെ നമുക്ക് വരാവുന്നത്. അപ്പോൾ പൊതുവിൽ ഏതെങ്കിലും ദൂർത്തോ മറ്റ് ഖജനാവിൻ്റെ പണമെടുത്ത് മുടക്കിയൊരു നടപടിയിലോ വരുന്നില്ല. മറിച്ച് സർക്കാരിൻ്റെ ഈ സംഘടനാപരമായ തയ്യാറെടുപ്പിലും അതിൻ്റെ കോർഡിനേഷൻ്റെ രംഗത്ത്, ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകോപിക്കുന്ന രംഗത്തും എല്ലാം ഇടപെടൽ കൊടുത്ത് വരെ സഹായിക്കണം എന്നുള്ള ബാധ്യതയാണ് സർക്കാരിൻ്റെ മുമ്പിൽ വരിക. പിന്നെ ഈ അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ ഇവിടെ ശബരിമലയുടെ വരുമാനം കൂട്ടുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ? അത് നിങ്ങൾ ചോദിച്ചതിനകത്തൊരു അടിസ്ഥാനമുണ്ട്. ശബരിമലയുടെ വരുമാനം മാത്രമല്ല, നിങ്ങൾ കാണേണ്ട ഒരു പശ്ചാത്തലം കൂടി ഞാൻ വിശദീകരിക്കാം. ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം നടന്ന് ഭാവിയിൽ തീർത്ഥാടനം വലിയ രൂപത്തിൽ ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമല മാറിത്തീരുമ്പോൾ കേരളത്തിനുണ്ടാകുന്ന സാമ്പത്തിക രംഗത്ത് നേട്ടം എന്താ? കേരളത്തിൻ്റെ എക്കണോമിയിൽ ഇപ്പോൾ തന്നെ ശബരിമലയുടെ ഖ്യാതി ഉണ്ടല്ലോ, ലോകമെമ്പാടുമുള്ളതാണ്. ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ പ്രാവശ്യം മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്ത് 53,60,000 പേര് വന്നു. അതിനുശേഷം എല്ലാ മലയാള മാസങ്ങളിലും വന്ന് ലക്ഷക്കണക്കിന് ആളുണ്ട്. ഇതെല്ലാം ചേർത്താൽ ലക്ഷക്കണക്കിന് കോടികളിലേക്ക് എത്തുന്ന രൂപം വരുമ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗത്തെ നമുക്കുള്ള നേട്ടം, ഗതാഗത സൗകര്യത്തിനടുത്ത് വണ്ടികൾക്ക് വരുന്ന KSRTCക്ക് വരുന്ന വരുമാനം, മറ്റ് ട്രാൻസ്പോർട്ട് വകുപ്പിന് വരുന്ന വരുമാനം, കച്ചവടക്കാരിൽ ചെറുകിട കച്ചവടക്കാർക്ക്, ഹോട്ടലുകാർക്ക്, മറ്റ് വ്യാപാരികൾക്ക്, വ്യവസായികൾക്കെല്ലാം വരുന്ന വരുമാനം, ഇത് കൂടാതെ പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ വേണ്ടി കടന്നു വരുന്നവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, തൊഴിലവസരങ്ങൾ. അപ്പം നമ്മുടെ നാടിനെ സംബന്ധിച്ചോളം നിരവധി പ്രദേശത്തെ ജനങ്ങൾ ഒരുപക്ഷെ ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ കിട്ടുന്ന ആദായം കൊണ്ടാണ് പിന്നെ അടുത്ത 6 മാസം ജീവിക്കുന്ന രൂപത്തിലേക്ക് 3000 പേര് വരുന്നത് കൊണ്ട് അതിനെങ്ങനെയാണ് അതിനൊരു ആഗോള അടിസ്ഥാനത്തിൽ 3000 പേര് വരുന്നത്
നമ്മൾ നമ്പർ കൊണ്ട് ലോക അടിസ്ഥാനത്തിൽ പെരുപ്പിക്കലല്ല. ലോകത്തിൻ്റെ നാനപ്പോൾ ഒരു രാജ്യത്ത് ഒരു പ്രതിനിധി വന്നാൽ ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ആ രാജ്യത്തെ സംഘടനയുമായിട്ട് കൂടിയാലോചിച്ചിട്ട് ആ പ്രതിനിധി വരുന്നത്. ഇവിടെ വന്നുള്ള അനുഭവം ആ രാജ്യത്ത് പോയി അയ്യപ്പ സേവാ സംഘം പോലുള്ള സംഘടനകൾ, അതുപോലെ അവിടുത്തെ തീർത്ഥാടകരുമായി ബന്ധപ്പെടുന്ന സംഘടനകൾ, അതുപോലെ കേരള സഭ, അതേപോലെ തന്നെ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ, ഇങ്ങനെ ഒരുപാട് സംഘടനകൾ ഇവിടെ തീർത്ഥാടനത്തിന് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ വിദേശത്തും സ്വദേശത്തുമുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിന്ന് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ സംഘാടകർ എന്ന രൂപത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളെയാണ് വിളിക്കുന്നത്. അതായത് ഒരു ബിസിനസ് സമിറ്റ് പോലെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നു വ്യാപാര സംഗമം എന്നുള്ള രീതിയിൽ ആഗോള ബിസിനസ് സംഗമം എന്നുള്ള പിന്നെ ആഗോള തീർത്ഥാടന സംഗമം, ബിസിനസ് അല്ല. ആഗോള തീർത്ഥാടക സംഘം എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ഭാവിയിൽ തീർത്ഥാടകർക്ക് ഇവിടെ വന്നു പോകുമ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉണ്ടാവേണ്ടത്, എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്, ഭാവിയിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത്. ഇവിടെ മിനിസ്റ്റർ പറഞ്ഞു വന്നപ്പോൾ പണം ഇങ്ങോട്ട് വാങ്ങുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ സ്പോൺസർഷിപ്പിലൂടെ പണം സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ശബരിമലയുടെ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ അവയ്ക്ക് ആവശ്യമായ പണം തരുവാൻ തയ്യാറായ സംഘടനകൾ, വ്യക്തികൾ ഇവരെ സ്വീകരിക്കുന്നു. ആ രീതിയിലല്ലേ ഉണ്ടെങ്കിൽ അവർ അതും തരാറുണ്ട്. അത് മാത്രമല്ല, അവരുടെ മുമ്പിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് നിങ്ങൾ അതാണ് പ്രധാന പോയിന്റ്. അവർക്ക് എന്തെല്ലാം തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങളാണ് വികസന രംഗത്ത് ഭാവിയിൽ ഉണ്ടാവേണ്ടത്. ഒരാഗോള തീർത്ഥാടന കേന്ദ്രം എന്ന രൂപത്തിലേക്ക് എല്ലാവർക്കും സുഖമായി ഇവിടെ വന്ന് പോകണമെങ്കിൽ ഒന്ന് എയർപോർട്ട് വേണം. ഇപ്പോൾ എയർപോർട്ട് സാങ്ഷനായി. ഇനിയും ഭാവിയിൽ അത് കൂടുതൽ വേണ്ടി വരും എന്നുള്ളതാണ് വന്ന തീർത്ഥാടകരുടെ അഭിപ്രായം. ആ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം നമ്മുടെ പുതിയ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് നമുക്ക് നടപ്പാക്കുമ്പോൾ അതുകൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിന് പുറമെ നടപ്പാക്കാൻ പോകുന്ന വികസന കാര്യങ്ങളും അങ്ങനെ നമുക്ക് ടേക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ 3000 ആളുകളാണോ ഈ ശബരിമല അയ്യപ്പ ഭക്തരുടെ, ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ലക്ഷോപലക്ഷം കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ പ്രതിനിധികൾ എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ അതിനൊരു മാനദണ്ഡം കൊടുത്തിട്ടുള്ളത്, ഒന്നിലേറെ പ്രാവശ്യം ശബരിമല, 2 പ്രാവശ്യം ശബരിമല വന്നു പോയിട്ടുള്ള ആളുകൾ. നമ്മളിതിൽ ആദ്യമായി വരുന്നവരെ അല്ല ക്ഷണിച്ചിട്ടുള്ളത്. ശബരിമലയിൽ മുമ്പ് വന്നിട്ടുള്ളവർ ഇപ്പോൾ 1 ദശാബ്ദക്കാലമായി, 2 ദശാബ്ദക്കാലമായി, 5 ദശാബ്ദക്കാലമായി ഇവിടെ വന്നു പോകുന്നത്. അത്തരം ആളുകളെ തിരഞ്ഞുപിടിച്ച് നമ്മുടെ ക്യൂവിൽ മുന്നിൽ ശേഷം വന്നുപോയവരുടെ അങ്ങനെ നോക്കിയിട്ടുള്ള ആളുകൾക്കാണ് അതിൽ കൂടുതൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ നിന്ന് ഉരുത്തിരിയുന്ന പുതിയ ആശയങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ട് അവരെഴുതി തരുന്ന ഏതെല്ലാം നിർദ്ദേശങ്ങളുള്ളതെല്ലാം പരിശോധിക്കാൻ ഒരു കമ്മിറ്റി തിരഞ്ഞെടുക്കും. ഇവിടുത്തെ ആചാരത്തിൽ പ്രധാനമായി പറയുന്നത് തത്വമസിയാണ്. ആ തത്വമസി എന്ന സന്ദേശം തന്നെ വിശ്വമാനവീയതയാണ്. അതിൽ മതമോ ജാതിയോ മറ്റൊരു തരത്തിലുള്ള സംഗീത ഭാവങ്ങളോ ഇല്ല. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ശരിമേലി ബാബരെ കണ്ട് വണങ്ങിയതിന് ശേഷമാണ് ശബരിമല അയ്യപ്പനെ കാണാൻ വരുന്നത്. ഇങ്ങനൊരു തീർത്ഥാടന കേന്ദ്രം ലോകത്തെവിടെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ തത്വമസി എന്ന് പറയുന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ കേളി രംഗമായി അത് മാറുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് ആ തീർത്ഥാടനത്തിൻ്റെ ആ സന്ദേശം എത്തിക്കഴിഞ്ഞാൽ ഇനിയും തീർത്ഥാടകർ കൂടുതൽ മുന്നോട്ട് വരാൻ ആകർഷിക്കും. ശബരിമലയുടെ ആചാര പെരുമയെപ്പറ്റി, ആചാരാനുഷ്ഠാനങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ താങ്കളുടെ മുഖം തിളങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചു. താങ്കൾ ഒരു അയ്യപ്പ വിശ്വാസിയാണ്? ഇല്ല, ഞാൻ നേരത്തെ ഈ കാര്യത്തെ സംബന്ധിച്ച് എൻ്റെ നിലപാട് വ്യക്തമായി പറഞ്ഞിരുന്നു. മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ശബരിമലയിൽ എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ സംതൃപ്തിയാണ് എൻ്റെ ഭക്തി എന്ന് പറയുന്നത്. അയ്യപ്പ വിശ്വാസിയല്ല. അയ്യപ്പ എൻ്റെ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മറുപടി. ഇപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ, അതായത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം തിരുത്തുന്നതിനെ കുറിച്ച് ഞങ്ങൾ നിയമോപദേശം തേടിയിട്ടുണ്ട് എന്ന്. എന്തിനാണ് ഈ സമയത്ത് അങ്ങനെ ഒരു അഭിപ്രായ പഠനം നടത്തുന്നത്? അയ്യപ്പ സംഗമവും ഈ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലവും തമ്മിൽ എന്ത് ബന്ധമാണ്? ഒന്നുമില്ല. അത് അദ്ദേഹം പിന്നെ എന്താണെന്ന് അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിച്ചില്ലേ പറയാൻ വേണ്ടി. ഞാൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള ഈ കാര്യത്തിലുള്ള നിലപാട്, ഈ സംഘവുമായി ബന്ധപ്പെട്ട് ആ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതേ ഇല്ല. കാരണം ചരിത്രമുള്ള അജണ്ടയില്ല. 1. 2, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റിവ്യൂ പെറ്റീഷനായി സ്വീകരിച്ചിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് സബ്ജുഡീസായി മാറുകയും ചെയ്യുമ്പോൾ പറയാൻ പാടില്ല, ചോദിക്കാനും പാടില്ല. അതുകൊണ്ട് അതിൻ്റെ വിഷയങ്ങൾ എന്തെങ്കിലും വരുന്ന ഘട്ടങ്ങളിൽ ഏതെങ്കിലും അഭിപ്രായം ഗവൺമെൻറ് പറയേണ്ടി വന്നാൽ ആ സമയത്ത് കൂടി ആലോചിച്ച് ആ കാര്യങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട സമയത്ത് മാത്രം രേഖപ്പെടുത്തും. ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിൽ അത്ര ഒരു അജണ്ടയേ ഇല്ല, അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമേ അല്ല. അത് അദ്ദേഹം മറ്റ് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ള അദ്ദേഹത്തോട് ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ സർക്കാരിന് കൃത്യമായ ഒരു സ്റ്റാൻഡ് ഇക്കാര്യത്തിലുണ്ട്. ശബരിമലയിലെ സ്ത്രീ പ്രവേശന കാര്യത്തിൽ, യുവതീ പ്രവേശനം എന്ന് തന്നെ പറയാം, അത് കൃത്യമായ ഒരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാവുന്നുണ്ട് പൊതുസമൂഹത്തിൽ, അയ്യപ്പ ഭക്തർക്കിടയിൽ. അത് പിന്നീട് അദ്ദേഹം ക്ലിയർ ചെയ്തല്ലോ. അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഞാൻ മറ്റേ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, കോടതിയുടെ മുമ്പായിരിക്കുന്ന ഒരു വിഷയം എന്ന രൂപത്തിലേക്ക് അതിലിപ്പോൾ അഭിപ്രായം പറയേണ്ടതില്ല എന്ന് അദ്ദേഹം പിന്നെ തിരുത്തി പറഞ്ഞു. ആ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടിൽ മാറ്റം വരുത്തേണ്ട ഒരു ആവശ്യം ഇപ്പോഴില്ല, അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഇപ്പോൾ
ശബരിമല ഈ ആഗോള തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിലൊരു ചർച്ചയുടെ ആവശ്യമില്ല, അജണ്ടയിലില്ല. ആ കാര്യത്തിൽ ഇപ്പോൾ ഏത് ശരി ഏത് തെറ്റെന്ന് പറയേണ്ടതില്ല. അത് ആ സമയം വരുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതി റിവ്യൂ പെറ്റീഷൻ സ്വീകരിച്ച സ്ഥാനത്ത് ആ റിവ്യൂ പെറ്റീഷൻ ഏതെങ്കിലും ഇനി പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഗവൺമെൻറ്റിനോട് പറഞ്ഞാൽ അപ്പോൾ കൂടി ആലോചിച്ച് അത് എല്ലാവരുമായിട്ട് ആലോചിച്ച് ആ കാര്യത്തിൽ കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനപ്പുറത്ത് ഇപ്പോൾ അത് ചർച്ചയാക്കേണ്ട ഒരു വിഷയമല്ല. പക്ഷെ അതൊരു ഇത് അത് കൂടിയാലോചനയുടെ ആവശ്യം അത് പോലും ഉണ്ടോ ഇപ്പോഴും? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയമായി ചില ആളുകൾ കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്ന് അദ്ദേഹം കൊണ്ട് ഇങ്ങനൊരു വോയിസ് പറഞ്ഞിട്ട് അതുമായി ചർച്ചയായിട്ട് പോയതുകൊണ്ട് ഗവൺമെൻറ് അങ്ങനെ ഒരു തരത്തിലും അത് ചർച്ചയ്ക്കെടുക്കുകയോ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പം അജണ്ടയിൽ ഉൾപ്പെടുത്തുകയോ അത് ഏതെങ്കിലും തരത്തിൽ ചാനലുകളിലോ മറ്റെവിടെയെങ്കിലും ചർച്ചയാക്കാനോ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. അത് ആകേണ്ട സമയത്ത് അന്നേരം സൂചിപ്പിക്കും. സുപ്രീം കോടതി വിധി അന്ന് വന്നതിന് ശേഷം യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം സർക്കാർ ഒരു കൃത്യമായ സ്റ്റാൻഡ് എടുത്തു. ആ സ്റ്റാൻഡ് എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധി ഞങ്ങൾ അംഗീകരിക്കും, യുവതീ പ്രവേശനം നടക്കും എന്ന് തന്നെയായിരുന്നു സ്റ്റാൻഡ്. അത് സമർത്ഥിക്കുന്നതിന് വേണ്ടി നവോത്ഥാന സദസ്സ് വരെ നടത്തി, വനിതാ മതിൽ പോലും സംഘടിപ്പിച്ചു. അതിൽ നിന്ന് കടുകിട വ്യത്യാസം ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുവാൻ സർക്കാരിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ അത് ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു വിഷയമല്ല. നിങ്ങൾ വീണ്ടും എന്നെ കൊണ്ട് മറ്റൊരു വിധത്തിൽ പറയിപ്പിക്കാവുന്നതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇപ്പോൾ ഇത് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ആ വിഷയം ചർച്ചയ്ക്കെടുക്കേണ്ട ഒരു വിഷയമേ അല്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ റിവ്യൂ പെറ്റീഷൻ ആയിട്ടിരിക്കുന്ന ഒരു വിഷയം, ആ കാര്യത്തെ സംബന്ധിച്ചോളം സുപ്രീം കോടതി ഏതെങ്കിലും ഘട്ടത്തിൽ ഗവൺമെൻറ്റിനോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് നിലപാട് എന്താണെന്ന് ആ സമയത്ത് ആലോചിച്ച് കൂടിയാലോചിച്ച് പറയേണ്ടതേ ഉള്ളൂ. ഇപ്പോൾ ആഗോള സംഗമത്തിൽ അത് ചർച്ചയ്ക്കെടുക്കുന്നില്ല, അങ്ങനെ വിഷയമേ ഇല്ല. ആ കാര്യത്തിൽ മുമ്പ് എന്ത് പറഞ്ഞു ഇപ്പോൾ എന്ത് പറയുന്നു എന്നുള്ളൊരു ചോദ്യമായിട്ട് ഇവിടെ വരേണ്ടതുമില്ല. ശരി. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം പറയുമ്പോൾ, ഈ താങ്കൾ പറഞ്ഞു ഒരുപാട് സംഘടനകളെ ഇതിൽ ഈ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, അവരുടെ പങ്കാളിത്തവും ഉണ്ടാവുമെന്ന്. രാഷ്ട്രീയ സംഘടനകളുടെ കാര്യമോ, രാഷ്ട്രീയ ഇത് പാർട്ടികളുടെ കാര്യമോ? രാഷ്ട്രീയമല്ലല്ലോ, ഇത് തികച്ചും നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല ഇതിനകത്ത് നമ്മൾ വികസന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ശബരിമലയുടെ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം വിശ്വാസി സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റിയാണ് ഗവൺമെൻറ് ഭാഗത്ത് ചെയ്യുന്നത് വികസന രംഗത്ത്. പക്ഷേ ഈ വിശ്വാസി സമൂഹം, അയ്യപ്പ വിശ്വാസികൾ കേണപേക്ഷിച്ച ഒരു സമയമുണ്ടായിരുന്നു, 2018-19 തീർത്ഥാടന കാലഘട്ടം, 2018 തീർത്ഥാടന കാലഘട്ടം. പക്ഷെ ആ സമയത്ത് വിശ്വാസികൾക്കൊപ്പം നിൽക്കാത്ത സർക്കാരാണ് ഇപ്പോൾ ഞങ്ങൾ അയ്യപ്പ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് ഉച്ചത്തിൽ പറയുന്നത്. അതിനുള്ള ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ. ഈ അയ്യപ്പ സംഗമം എന്നുള്ളത് നല്ല കൺസെപ്റ്റാണ്, അത് നടക്കേണ്ടതാണ്, അത് സർക്കാരിൻ്റെ ഒരു ഉറച്ച നിലപാടുമാണ്. പക്ഷേ ഇങ്ങനെ ഒരു വൈരുദ്ധ്യം അവിടെ ഉള്ളത് കൊണ്ട് സർക്കാരിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അയ്യപ്പ വിശ്വാസികൾക്കൊപ്പം, അവർക്ക് ആവശ്യമുള്ള ഒരു സമയത്ത് ഒപ്പം അല്ലാതിരുന്ന സർക്കാർ ഇപ്പോൾ അങ്ങനെ അയ്യപ്പ വിശ്വാസികൾക്ക് ഇപ്പോൾ ഒരു അയ്യപ്പ സംഗമം വേണം എന്നുള്ള ഒരു വലിയ താല്പര്യമൊന്നുമില്ല. ആ സമയത്ത് നിങ്ങളുടെ ഒപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത് എന്തിനാണ് എന്നുള്ള ഒരു അവിശ്വാസം. ഇല്ല, ഒരു അവിശ്വാസത്തിന് അടിസ്ഥാനമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അതിന് കേസ് സുപ്രീം കോടതി കൊടുത്തത് BJPയുടെ പ്രതിനിധികളാണ്. നിങ്ങൾ ഓർക്കുമല്ലോ, 3 സ്ത്രീകളും BJP ആയി ഉൾക്കൊള്ളുന്ന സംഘടനയുടെ പ്രതിനിധികളുമാണ് ഇവരെ കയറ്റണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത്. അതിൻ്റെ നിയമപോരാട്ടം നടന്ന് വിധി വന്നു കഴിഞ്ഞപ്പോൾ അതിനെ സ്വാഗതം ചെയ്തതിൽ BJP ഉണ്ട്, കോൺഗ്രസും ഉണ്ട് രാഷ്ട്രീയമായി. അപ്പോൾ അവരെല്ലാം സ്വാഗതം ചെയ്ത്, കേന്ദ്ര ഗവൺമെൻറ് സ്വാഗതം ചെയ്ത്, ഒരു സംസ്ഥാന ഗവൺമെൻറ് ഇന്നത്തെ ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ച് സുപ്രീം കോടതിയുടെ വിധി വന്നാൽ അതിനെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റുമോ ആ ഗവൺമെൻറ്റിന്? എന്തായിരിക്കും അടുത്ത നടപടി? കണ്ടമെത്തി കോർട്ടല്ലേ. അപ്പോൾ അതിനുശേഷം അതിന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, റിവ്യൂ പെറ്റീഷൻ വരുമ്പോൾ ഇത് നടപ്പാക്കാൻ സാവകാശം വേണമെന്ന് മുന്നോട്ട് പറഞ്ഞ ഗവൺമെൻറ്റത്തെ, അല്ലാതെ ഞാനും മറ്റേനൊപ്പം സുപ്രീം കോടതി വിധി മാനിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? മാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാവകാശം വേണമെന്ന് പറഞ്ഞിട്ട് ഭക്തരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഗവൺമെൻറ് പോയിട്ട്. റിവ്യൂ ഹർജിയുടെ സാധ്യതയെങ്കിലും പരിശോധിക്കാൻ അപേക്ഷിച്ചതാണ്. അല്ല, റിവ്യൂ ചില സംഘടനകൾ പോയിട്ടുണ്ടല്ലോ. ആ സർക്കാരായിട്ട് ഒരു സാധ്യതയും സർക്കാരല്ല അന്ന് പോയിട്ട് ചില സംഘടനകൾ മുന്നോട്ട് പോകുന്നെങ്കിൽ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് ചില സംഘടനകൾ മുന്നോട്ട് പോയി റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്തു. ആ കാര്യത്തിൽ ഇനി പുതിയ സാഹചര്യത്തിൽ റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതി എടുക്കുമ്പോൾ അത് സംബന്ധിച്ച് എന്താണ് പറയേണ്ടത് എന്ന് സംബന്ധിച്ച് സുപ്രീം കോടതി ഗവൺമെൻറ്റോട് ചോദിക്കും. ആ ചോദിക്കുന്ന ഘട്ടത്തിൽ ഈ കാര്യത്തിൽ ഗവൺമെൻറ് വ്യക്തമാക്കിയ പോലെ ഇപ്പോൾ അയ്യപ്പ സംഗമത്തിൽ ഇതൊരു സർക്കാർ അന്നേരം പ്രഖ്യാപിച്ചാൽ മതി. കാരണം സർക്കാരിന് തങ്ങളുടെ സ്റ്റാൻഡിൽ നിന്ന് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അയ്യപ്പ ഭക്തരോട് പറയാൻ മടിയുണ്ട്. അല്ല, മാറിയിട്ടുണ്ടെന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവല്ലേ ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യത്തിന് അതിൽ ഉൾപ്പുത്തരവുണ്ട്. 2024-25 വർഷക്കാലത്തെ തീർത്ഥാടന കാലഘട്ടം കുറ്റമറ്റ രൂപത്തിൽ പരാതിരഹിതമാക്കി മാറ്റാൻ കഴിഞ്ഞത് ഈ വിശ്വാസി സമൂഹത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിലുള്ളത് കൊണ്ടാണ്. അതായത് 2018 സ്റ്റാൻഡ് അല്ല അത്. അപ്പോൾ അന്നത്തെ ഇത് പ്രശ്നം ഉണ്ടാക്കിയതാരാ? ഗവൺമെൻറ് അല്ല.
പ്രശ്നമുണ്ടാക്കി ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ക്രിമിനൽ കേസ് ഉണ്ടാക്കി, ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞു, ബഹളം ഉണ്ടാക്കി, ഈ കർമ്മസമിതി ഉണ്ടാക്കിക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾ സംഘർഷപരമായ സാഹചര്യത്തിലേക്ക് അത് കൊണ്ടുപോയല്ലേ സംഘർഷം ഉണ്ടായി. പക്ഷേ അന്ന് നമ്മളതിലൂടെ സർക്കാരിന് പറയാമായിരുന്നു. ഗവൺമെന്റ് അല്ല, എന്താ അല്ല, അന്ന് അയ്യപ്പ ഗവൺമെന്റ് വിശ്വാസികളോട് സർക്കാർ ഇത് പറഞ്ഞില്ല, ഞങ്ങൾ ഗവൺമെന്റ് നിങ്ങളുടെ നമ്മളത് പറഞ്ഞു, ഒപ്പമാണ്. പക്ഷേ മാധ്യമങ്ങൾ കൊടുത്തില്ല. ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞപ്പോഴും അന്ന് ഈ ബഹളം ഉണ്ടാക്കി പോലീസ് വണ്ടി തല്ലിപ്പൊട്ടിക്കലും പബ്ലിക് പ്രോപ്പർട്ടി തല്ലിപ്പൊട്ടിക്കും മറ്റു കാര്യങ്ങളിലേക്കുള്ള ആ സംഘർഷത്തിലേക്ക് പോയത് ഏതെങ്കിലും ഭക്തന്മാരത് ഇഷ്ടപ്പെടുന്നോ? ഏതെങ്കിലും ഒരു അയ്യപ്പ ഭക്തൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണോ? അയ്യപ്പ ഭക്തൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി ചില കൂട്ടരിറങ്ങി ചെയ്ത ഏറ്റവും വൃത്തികെട്ട പരിപാടിയല്ലേ അന്ന് ഈ സംഘർഷമുണ്ടാക്കി ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞതും അതുപോലെ തന്നെ വണ്ടി തല്ലിപ്പൊട്ടിച്ചതും പോലീസിനെ ആക്രമിച്ചതും. പക്ഷേ എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അന്ന് സർക്കാരിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് വനിതകളെ പ്രവേശിപ്പിക്കണം, യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന് സർക്കാരിൻ്റെ തന്നെയായിരുന്നു. നിങ്ങൾ വീണ്ടും സർക്കാരിൻ്റെ സ്റ്റാൻഡാക്കി. അതുകൊണ്ട് സർക്കാരിൻ്റെ സ്റ്റാൻഡല്ല സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയാം. പക്ഷെ പിന്നെ എന്തിനാണ് വനിതാ മതിൽ ഉണ്ടായിരുന്നത്? ഇല്ല, വനിതാമതിൻ്റെ ഇക്കാര്യത്തെ സംബന്ധിച്ചോളം നവോത്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് വന്നത്. അത് ഈ വിഷയം ശബരിമല ഇപ്പോൾ തീർത്ഥാടനം നവോത്ഥാനം അല്ല. ഇല്ല എന്നാണോ? ഞാൻ പറയുന്നത് ഇത് ശബരിമലയുടെ വിഷയവുമായി ബന്ധപ്പെട്ടല്ല നവോത്ഥാനം വന്നത്. നവോത്ഥാനം വന്നത് നമ്മുടെ നാട്ടിലെ പല രൂപത്തിലുള്ള പിന്നോക്ക വിഭാഗങ്ങളെ മുന്നോക്കം കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കത്തിനെതിരെ പല രൂപങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നവോത്ഥാന സമിതി രൂപം കൊണ്ടിട്ട് വീണ്ടും നവോത്ഥാനങ്ങൾ വരേണ്ട സമയമായിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മുന്നോട്ട് വന്നത്. ആ സന്ദർഭം പോയല്ലോ. ആ സന്ദർഭം കഴിഞ്ഞു. ഈ കാര്യം സമത്വം അതിന്റെ ഒരു അല്ല, ഭാഗമാണ്. അത് ആ വിഷയത്തെ സംബന്ധിച്ചോളം സ്ത്രീ സമത്വം എന്ന കാര്യത്തെ സംബന്ധിച്ചൊന്നും തർക്കമില്ല. പക്ഷേ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്ന രംഗത്ത് എന്താണോ നിലപാടെന്നുള്ള കാര്യം കൃത്യമായി ഇപ്പോൾ വ്യക്തമാക്കി മുന്നോട്ട് പോയതുകൊണ്ടാണല്ലോ ഈ ഒരു വരാതിരിക്കുന്ന തീർത്ഥാടന കാലഘട്ടമായി ഗവൺമെൻറ് ആ രൂപത്തിലേക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വിഷയം നിലനിൽക്കുന്നില്ല. അപ്പോൾ പിന്നെ നിങ്ങളങ്ങനെ ചർച്ച കൊണ്ടേണ്ട കാര്യം. അതായത് 2018 ആ ഒരു നിലപാടല്ല സർക്കാരിന്, അത് കഴിഞ്ഞ പക്ഷേ അത് ബോധ്യമായി. ഇനി നമ്മൾ ഇപ്പോൾ ഈ വിഷയം വരട്ടെ. വരുമ്പോൾ ഇപ്പം ഒരു കാര്യം വ്യക്തമാണല്ലോ, ഗവൺമെൻറ് ഈ കാര്യത്തിൽ വിശ്വാസികളോടൊപ്പമാണെന്ന് കഴിഞ്ഞ വർഷം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ചർച്ചയാക്കേണ്ട കാര്യമില്ല. അതായത് ഇത് തന്നെയാണ് 2018 സ്റ്റാൻഡ് അല്ല ഇപ്പോഴത്തെ സ്റ്റാൻഡ്. അല്ല, അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങളങ്ങനെ പറഞ്ഞോടുക. ഞാനീ പ്രാവശ്യം ഇപ്പം പറഞ്ഞത് ഭക്തരുടെ താല്പര്യം സംരക്ഷിക്കുകയാണ് ഗവൺമെൻറ് നിലപാട്. ആ നിലപാടിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ മറ്റൊരു അജണ്ടയല്ല, അതും ചർച്ചയാക്കേണ്ട വിഷയമായി. ഇതിൽ ഞാൻ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം പറഞ്ഞത്, പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു, അദ്ദേഹം ക്ഷണം നിരസിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? അല്ല, നിരസിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്നോട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്, അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ് നേരിട്ട് പോയി ക്ഷണിക്കണം, അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി, നിങ്ങൾ തന്നെ ചെയ്തിരിക്കണം. അവർ ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡൻറ്റും ചേർന്ന് നേരത്തെ അദ്ദേഹത്തോട് സമയം ചോദിച്ചു. അതായത് ദുബായിക്ക് പോയാൽ തിരിച്ചു വരുന്ന 2-ാം തീയതി വരും, ഇവിടെ തിരുവനന്തപുരത്ത് ഔദ്യോഗിക വസതി കാണാവുന്ന അവരോട് മറുപടി പറഞ്ഞു. 2-ാം തീയതി അവർ കൃത്യമായി പോയി നോക്കിയിരുന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം വീട്ടിലുണ്ട്. അവർ വന്നിരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്തായാലും അദ്ദേഹം കിടക്കുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ജോലിക്കാർ പറഞ്ഞു, PSO ഒക്കെ പറഞ്ഞു. അപ്പോൾ അവരോട് വെയിറ്റ് ചെയ്തു. അപ്പോൾ സെക്രട്ടറി തന്നെ പറഞ്ഞു, ഞങ്ങൾ കൊടുത്താൽ മതിയെങ്കിൽ കൊടുത്തോളാം, അതേ ഉറങ്ങുക, ഇപ്പം എഴുന്നേറ്റ് വരാൻ വിഷമമുണ്ടെന്ന് പറയാം. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അവിടെ ഇരുന്ന ആളുകൾ കത്ത് വാങ്ങിച്ചു, പിന്നെ കൊടുത്തിട്ട് പോരേണ്ടി വന്നു. സ്വാഭാവികമായി അത് അദ്ദേഹത്തിൻ്റെ ഒരു മര്യാദ അനുസരിച്ചാണ് അത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിന് നമുക്ക് വേറെ തർക്കമൊന്നുമില്ല. അപ്പോൾ അത്ര ഉന്നതമായൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സമയം ചോദിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ, ഇനി സമയം ചോദിച്ചില്ലെന്ന് വിചാരിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇതനുസരിച്ചാണെങ്കിൽ, ഞാൻ പഠിച്ചിട്ടുള്ള ആതിഥേയ സംസ്കാരത്തിലാണെങ്കിൽ എങ്ങനെ ഒരാൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിശ്ചയമായും ചാടി എഴുതിയിട്ട് എത്ര ഉറക്കപ്പിച്ചുണ്ടെങ്കിലും ഉച്ചസമയമാണ് എഴുന്നേറ്റ് വന്ന് കാണാനും അത് സ്വീകരിക്കാനും. എന്താണ് നമ്മുടെ അഭിപ്രായം? പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സംസാരിക്കാം. നമ്മളിപ്പോൾ വീട്ടിൽ വരുന്നവരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, നമുക്ക് ഓരോരുത്തരും ആ വീടിൻ്റെ നിലവാരം അനുസരിച്ച് അവരുടെ ആതിഥേയ മര്യാദ അനുസരിച്ചുമായിരിക്കും ഇടപെടുക, അങ്ങനെ പറയാം. പക്ഷെ അദ്ദേഹം അതിന് സമയം കൊടുത്തിരുന്നില്ല എന്നാണ് അദ്ദേഹം അല്ല, അത് പറഞ്ഞത്. എനിക്കറിയില്ല. മാത്രമല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ താൻ കാണാൻ കൂട്ടാക്കിയില്ല എന്ന രീതിയിൽ ഒരു പ്രതീതി ഉണ്ടാക്കിയതാണെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. നിങ്ങളത് പ്രസിഡന്റിനോട് തന്നെ ചോദിക്കുക. ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏതെങ്കിലും തരത്തിൽ ഒരു അങ്ങനെ നുണ പറയേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിനില്ല. അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സത്യസന്ധനായ പ്രസിഡന്റാണ് ഇപ്പോൾ ഉള്ള ആൾ, പ്രശാന്ത്. അത് ഇതുവരെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തെറ്റായ കാര്യം ഞങ്ങളിലേക്ക് പറയുമോ, അങ്ങനെ അത് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാനങ്ങ് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ, അദ്ദേഹം പറഞ്ഞതുപോലെയാണെങ്കിൽ ആ കാര്യത്തിൽ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്, കാണണോ വേണ്ട എന്നുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യം, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ക്ഷണം നിരസിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇല്ല, ഇതുവരെ 2 ചോദ്യങ്ങളാണ് അപ്പോൾ അത് തീർച്ചയായും അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് UDF-നകത്ത് എടുത്ത് ചർച്ചയിൽ വന്നപ്പോൾ UDF-ലെ ഭൂരിപക്ഷങ്ങളും ഇത് ബഹിഷ്കരിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു നിലപാടെടുത്തുകൊണ്ട് 2 ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു. അതല്ലേ സംഗതി. ആ ചോദ്യത്തിൽ ഒന്ന് പ്രസക്തമാണ്.
സത്യവാങ്മൂലം തിരുത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് യുവതി ഇല്ല. പ്രവേശനത്തിന് അല്ല, തിരിച്ച് അദ്ദേഹത്തോട് ചോദിക്കട്ടെ. അനുകൂലമായ ആ അല്ല, സത്യവാങ്മൂലം അന്ന് തിരുത്തുമോ അനുകൂലം ഇല്ലയോ? അന്നത്തെ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത് രാഹുൽ ഗാന്ധി അത് തിരുത്തുമോ? പക്ഷെ അത് കഴിഞ്ഞ് കോൺഗ്രസ് കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പം കൂടിയെന്ന് പരസ്യമായിട്ട് അവർ പറയുകയും അല്ല, ചെയ്തു. വിശ്വാസികൾക്ക് അത് താല്പര്യം അന്ന് യുവതി പ്രവേശനം അനുവദിക്കാത്തതാണ് എന്നതുകൊണ്ട് ഗവൺമെന്റ് കോൺഗ്രസ് അവിടെ നിലപാട് മാറ്റിയിരുന്നു. അന്ന് ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് അന്നും ഈ കാര്യത്തെ സംബന്ധിച്ചോളം രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം അന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് അന്നേരം അനുസരിച്ചില്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനെതിരെ കണ്ടെത്തി കോർട്ട് വരും. അപ്പോൾ പിന്നെ ഇത് നടപ്പാക്കാൻ സാവകാശം ചോദിക്കുകയാണ് ഗവൺമെൻറ് ഭാഗത്തുള്ള ഉപാധി. അതാണ് ഗവൺമെൻറ് അന്ന് നടപ്പാക്കാൻ സാവകാശം ചോദിച്ചില്ല. സാവകാശം നേരിട്ടല്ലേ ചോദിച്ചത്, വേറെ പിന്നെ റിവ്യൂ പെറ്റീഷൻ പോയല്ലോ. അല്ല, റിവ്യൂ പെറ്റീഷനെ അന്ന് ഒരു കാരണവശാലും ഗവൺമെന്റ് അനുകൂലിച്ചില്ല. ഗവൺമെന്റല്ല പോയത്. ഗവൺമെന്റിന്റെ അല്ല, ഞാൻ അതിനകത്ത് ക്ലാരിറ്റി ഇപ്പം മിനിസ്റ്റർ പറഞ്ഞു ഗവൺമെന്റ് സാവകാശം ചോദിച്ചു. ഞാൻ പറയാനുള്ള കാര്യം കൂടി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇതിനെ ആദ്യം സ്വാഗതം ചെയ്ത കൂട്ടർ ഒന്ന് കോൺഗ്രസും രണ്ട് BJP ആണ്. പക്ഷേ വിശ്വാസികൾക്കൊപ്പം BJP ആണ് ഇതിലേക്ക് പോയത്. ഇത് വിശ്വാസികൾക്കൊപ്പം തന്നെയാണ് അന്നും ഗവൺമെന്റ് ഇന്നും ഗവൺമെന്റ്. അക്കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. ഇല്ല, അന്ന് വിശ്വാസികൾക്കൊപ്പമല്ലായിരുന്നു. സുപ്രീം കോടതി വിധി അന്ന് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നടപ്പാക്കിയില്ലെങ്കിൽ ഗവൺമെന്റ് അന്ന് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഇല്ലല്ലോ, നമുക്ക് സാധ്യതകൾ തേടാമല്ലോ. സാധ്യത തേടാം. അതുകൊണ്ടാണ് റിവ്യൂ പെറ്റീഷൻ ഗവൺമെന്റ് നേരിട്ടല്ല, മറ്റ് പരോക്ഷമായിട്ട് ആളുകൾ പോയിട്ടുണ്ട്. അവരെ സഹായിച്ചില്ല ഗവൺമെന്റ്. അല്ല, സഹായിച്ചില്ലെന്ന് നിങ്ങൾ പറയണ്ട. അത് സത്യവാങ്മൂലം ഇനി വരുമ്പോഴേ കാര്യം വരുള്ളൂ. അപ്പോൾ സത്യവാങ്മൂലത്തിൽ എന്തോ വരാനുണ്ട്. ഇല്ല, സത്യവാങ്മൂലം വരേണ്ട സമയത്ത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കും. ഞാൻ പറഞ്ഞത് നേരത്തെ സത്യവാങ്മൂലത്തിൽ എന്തിനാണ് ഇത്രയ്ക്ക് ഒരു ബലം കൊടുക്കുന്നത്? കാരണം ഗവൺമെന്റ് സ്റ്റാൻഡ് കൃത്യമായിരുന്നുവല്ലോ. ഇപ്പൊ അതൊരു ചർച്ചയാക്കേണ്ട വിഷയമേ വരുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാ വീണ്ടും വീണ്ടും വിഭാഗത്തിലേക്ക് പോകുന്നത്? ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് UDF-നുള്ള ഒരു ക്ഷണം കൂടിയാണ്. BJP-യെ ക്ഷണിച്ചിട്ടില്ലേ? ക്ഷണിച്ചല്ലോ. BJP-യുടെ പ്രതിനിധികളായിട്ടുള്ള സുരേഷ് ഗോപിയെ നേരിട്ട് പോയി അവർ ക്ഷണിച്ചു. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാരെ ഇവരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽസിനെയാണ്. ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടിയിൽ രാഷ്ട്രീയ മീറ്റിംഗ് അല്ലല്ലോ നടക്കുന്നത്. ഇപ്പോൾ CPM-ൻ്റെ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ക്ഷണിക്കലല്ല ഇവിടെ. അതേസമയത്ത് അവിടുത്തെ ജനപ്രതിനിധികൾ CPM ഒന്നും കോൺഗ്രസ് പാൻഡോ ആൻ്റണിയെ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു കമ്പനിയുടെ ചെയർമാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ ഓരോ പാർട്ടികളുടെയും MLA-മാർ, MP-മാർ, സ്പീക്കർ അങ്ങനെയാണല്ലോ വെച്ചത്. ഇതെല്ലാം ആ ജനപ്രതിനിധികളെയാണ് വെച്ചിരിക്കുന്നത്. ഗവൺമെൻറ് കൂടാതെ മന്ത്രിമാരും കൂടാതെ ഇത് നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെല്ലാം ക്ഷണിക്കേണ്ടി വരും. അങ്ങനെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചില കൂട്ടർക്ക് ഇതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് അന്ന് അവിടെ സമരം ചെയ്ത് പ്രക്ഷോഭം നടത്തിയ ആളുകളുടേതല്ല. അന്ന് സർക്കാരിനൊപ്പം ചേർന്ന് ഈ നവോത്ഥാനം മൂല്യ സംരക്ഷണം എന്ന നിലപാടെടുത്ത ചില ആളുകളുണ്ട്. ചില ആളുകളിൽ ഒട്ടേറെ ആളുകളുണ്ട്. അന്ന് സർക്കാരിനൊപ്പം ഒരുപാട് ആളുകൾ എത്തിയതാണ്, അണിചേർന്നതാണ്. അവർക്കിപ്പോൾ ഒരു വൈഷമ്യമുണ്ട്, സർക്കാർ നിലപാട് മാറ്റിയില്ലേ എന്ന്. ഇല്ല, ഒരു വൈഷമ്യമില്ല. അന്ന് പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഇപ്പോൾ SNDP ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ച രംഗത്ത് വന്നു. NSS പിന്തുണ പ്രഖ്യാപിച്ച രംഗത്ത് വന്നു. KPMS പൊന്നല ശ്രീകുമാർ അദ്ദേഹം പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്തുണ പ്രഖ്യാപിച്ചു. മലയേറിയ സമുദായം അവർ പിന്തുണ പ്രഖ്യാപിച്ചു. ശൈത്യവരെ സഹസംഘത്തിലും പങ്കെടുത്തിരുന്നു. അതുപോലെ രാമഭദ്രൻ കൂട്ടർ, അങ്ങനെ അന്ന് നവോത്ഥാന സമിതിയായി സഹകരിച്ചിരുന്ന സംഘടനകളെല്ലാം അതിന് പിന്തുണ പ്രഖ്യാപിച്ച് അവർ മുഴുവൻ പങ്കെടുക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ ആരും ഈ കാര്യത്തിൽ പിന്നോക്കം പോയിട്ടില്ല. അപ്പോൾ അവർക്ക് സർക്കാർ ഈ ആചാര അനുഷ്ഠാനങ്ങളിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല, വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ. മുൻപ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനി ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഉറപ്പ് ഇല്ല. അങ്ങനെ ഒരു ഉറപ്പും കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പോഴത്തെ വിഷയം ശബരിമല ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ഒറ്റ കാഴ്ചപ്പാടാണ് വികസനവും. അത് പറയുന്നിടത്ത് മറ്റ് വിഷയങ്ങൾ കൊണ്ടൊന്ന് വിവാദമാക്കി ഇതിൻ്റെ ശോഭ കെടുത്തേണ്ടതില്ല എന്നെല്ലാവരും ശബരിമലയുടെ ശോഭ കെടുത്തിയ ഒരു വർഷം എന്ന് പറയുന്നത് 2018 അന്നാണ് ഈ പ്രക്ഷോഭം അവിടെ നടന്നത്. അതിൻ്റെ ഒരു തലയ്ക്കൽ സർക്കാരായിരുന്നു. സർക്കാർ എടുത്ത ഈ സുപ്രീം കോടതി വിധി നടപ്പാക്കിയേ തീരൂ എന്നുള്ള നിലപാടാണ്. അത് കടുംപിടുത്തമാണ് അന്ന് ഈ പ്രശ്നങ്ങൾ തിട നൽകിയത്. അത് ആഗോളതലത്തിൽ ആ ഒരു ഖ്യാതിക്ക് കോട്ടം തട്ടിച്ചപ്പോൾ ഇപ്പോൾ അതൊരു പ്രായശ്ചിത്തം എന്ന രീതിയിലാണോ ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം വരുന്നത്? നിങ്ങളതിനെ വ്യാഖ്യാനിക്കുന്നെങ്കിൽ നിങ്ങളങ്ങനെ വ്യാഖ്യാനിച്ചുകൊള്ളുക. ഞങ്ങളങ്ങനെ കണ്ടിട്ടല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ആക്കി തീർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആക്കിക്കൊള്ളുക. പക്ഷേ ഞങ്ങൾ ആ രൂപത്തിലല്ല ചെയ്യുന്നത്. ഞങ്ങൾ ഈ കാര്യത്തിൽ പറഞ്ഞല്ലോ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി, ശബരിമലയുടെ വികസനം, ഇതൊരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക, ഈ ഒരു കൺസെപ്റ്റിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അതിന് പൊതുവിൽ നല്ല സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞു. അതിനെ എങ്ങനെ മോശമാക്കി കാണിക്കാവുന്നതാണ് ഈ പഴയ വിഷയങ്ങൾ എടുത്തിട്ട് ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ വന്നു നോക്കിയത്. പക്ഷേ അതും കാറ്റ് പിടിച്ചില്ല. കാരണം അന്ന് നവോത്ഥാന സമിതിയോടൊപ്പം കൂടിയവരെല്ലാം ഇതിൻ്റെ കൂടെ വന്നു കഴിഞ്ഞിരിക്കും. എല്ലാ സമുദായ ശക്തികളും സാമൂഹ്യ ശക്തികളും ഇതിനോടൊപ്പം വന്നു കഴിഞ്ഞിരിക്കുന്നു. സങ്കുചിതമായ രാഷ്ട്രീയവും എങ്ങനെ നല്ലതിനെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കാമെന്ന് ചിന്തിക്കുന്ന ചില മാധ്യമങ്ങളും മാത്രമേ ഈ കാര്യത്തിൽ ഇപ്പോൾ വ്യത്യസ്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നുള്ളൂ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ മറ്റൊരു ചർച്ചയ്ക്കും അടിസ്ഥാനമില്ല. അന്നെടുത്ത നിലപാടിൻ്റെ ഇന്നെടുത്ത നിലപാടിൻ്റെ എന്ത് വിധി മറ്റേ വിധി ഇതൊന്നും ഇവിടെ വിഷയമല്ല. ഇപ്പോൾ ഒറ്റ അജണ്ട,
ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയ ശബരിമലയുടെ വികസനം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇത് കുറേയേറെ ആളുകൾ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഈ രജിസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് മുന്നോട്ട് വന്നിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ അന്ന് ഈ 2018 മല കയറിയ ചില സ്ത്രീകൾ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വരണം എന്നൊക്കെ. അങ്ങനെ ഒരു ഞങ്ങളോട് ആവശ്യപ്പെട്ടില്ല, ആരും ഉന്നയിച്ചിട്ടില്ല. സംബന്ധിച്ച് അവർ കയറിയ സ്ത്രീകൾ ഉൾപ്പെടെ ആരും ആവശ്യപ്പെട്ടില്ല. ഇതിപ്പോൾ ശബരിമല അല്ല നടക്കുന്നത്, പമ്പയിലാണ് നടക്കുന്നത്. എന്തെങ്കിലും നിയമ പോരാട്ടങ്ങൾ വേണ്ടി വന്നാൽ അത് സർക്കാർ വിശ്വാസികൾക്കൊപ്പമായിരിക്കും ആ നിയമ പോരാട്ടം. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണ്. അപ്പം നിങ്ങളുടെ ഈ ചോദ്യം വീണ്ടും കൊണ്ടിരുന്നത് വീണ്ടും സംഘർഷം ഉണ്ടാക്കിയത് സർക്കാരാണെന്ന് വരുത്താൻ. സർക്കാരല്ല സംഘർഷം ഉണ്ടാക്കിയത്. സർക്കാർ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി ഇങ്ങനെയാണെന്ന് വന്നപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി പ്രശ്നമുണ്ടായവരെല്ലാം സർക്കാരിനെതിരായി തിരിഞ്ഞു എന്നുള്ളതല്ലേ പ്രശ്നം. നിങ്ങളത് സുപ്രീം കോടതി വിധി കാണാതെ സുപ്രീം കോടതി ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തൊരു സത്യവാങ്മൂലമുണ്ട്, യുവതി പ്രവേശനം പാടില്ല എന്നുള്ളത്. അത് തിരുത്തിയാണ് പിണറായി വിജയൻ സർക്കാർ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സുപ്രീം കോടതി വിധി മറ്റൊരു രൂപത്തിൽ തിരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിധിയാക്കി മാറ്റുന്ന രൂപത്തിൽ സംഘർഷം ഉണ്ടാക്കി ഗവൺമെൻറ്റിനെതിരെ തിരിച്ചുവിടാൻ ഒരു കൂട്ടം ആളുകളെടുത്ത ശ്രമങ്ങളാണ്. ഒരു കാലഘട്ടത്തിലും സംഘർഷം ഉണ്ടാക്കാൻ ഗവൺമെൻറ് നിന്ന് കൊടുത്തിട്ടില്ല, ഗവൺമെൻറ് സംഘർഷത്തിനെതിരാണ്. അതുകൊണ്ട് സംഘർഷം ഉണ്ടാക്കാൻ ഞാനും അനുവദിക്കില്ല. സംഘർഷം ഉണ്ടാക്കാൻ വന്നവർക്ക് ഇന്നും സംഘർഷം ഉണ്ടാക്കണം തന്നെയാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞും വണ്ടി തല്ലിപ്പൊട്ടിച്ചും പോലീസിനെ ആക്രമിച്ചും യഥാർത്ഥ തമ്മിൽ ബഹളം ഉണ്ടാക്കുക. യഥാർത്ഥത്തിൽ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് രാഷ്ട്രീയം കളിക്കില്ലേ, അതാണ് സംഘർഷം. അപ്പോൾ അതിലേക്ക് ഒരിക്കലും വരാൻ ഗവൺമെൻറ് ഒരിക്കലും അവസരം ഉണ്ടാക്കില്ല. ഗവൺമെൻറ് എപ്പോഴും വിശ്വാസികൾക്കൊപ്പമായിരിക്കും, ഒരു സംശയമാണ്. ഒറ്റ കാര്യത്തിൽ കൂടി ഉറപ്പ് കിട്ടിയാൽ മതി, സുപ്രീം കോടതിയിലും അതേ നിലപാട് തന്നെയായിരിക്കും. ഇല്ല, സുപ്രീം കോടതി ഇക്കാര്യത്തെ സംബന്ധിച്ചോളം ഇപ്പോൾ റിവ്യൂ പെറ്റീഷൻ സ്വീകരിച്ച് അവരുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയത്തിൽ ഇനി ഗവൺമെൻറ്റിനോട് ഇത് കേസെടുക്കുന്ന സമയത്ത് വീണ്ടും സത്യവാങ്മൂലം ചോദിക്കും. ആ സമയത്ത് കൂടി ആലോചിച്ച് കൃത്യമായി അതിന് മറുപടി കൊടുക്കും. അതിൽ വേണമെങ്കിൽ ഒരു തിരുത്തലാവാം. ഇല്ല, അത് പറഞ്ഞല്ലോ, ആ സമയത്ത് വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ടാണ് എല്ലാ കാലത്തും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം പോകാൻ കഴിയൂ. അത് നാളെയും അങ്ങനെ തന്നെയായിരിക്കും. അല്ല, വിശ്വാസികൾ അവരുടെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്തു കഴിഞ്ഞു, അവരുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത്. അല്ല, ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഈ ഗവൺമെൻറ് നിലപാടും വിശ്വാസികൾക്കൊപ്പം ഗവൺമെൻറ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 2018 കാലഘട്ടത്തിൽ കൊടുത്ത ആ സത്യവാങ്മൂലമല്ല ഇന്നത്തെ കാലത്തിൻ്റെ എന്തെന്നുള്ളത് ഇനി പുറകോട്ട് നിങ്ങൾ ചർച്ച ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ ശബരിമലയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വിശ്വാസികൾക്കൊപ്പം ഗവൺമെൻറ് നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് കുറ്റമറ്റ രൂപത്തിൽ പിന്നിട്ട വർഷത്തെ തീർത്ഥാടനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. വിശ്വാസികൾ അത് വിശ്വാസത്തിലെടുക്കുകയും ചെയ്തു. ഗവൺമെൻറ്റിനെ അഭിനന്ദിച്ചു കഴിഞ്ഞ വർഷത്തെ. അപ്പോൾ വിശ്വാസികൾക്കൊപ്പം അല്ല ഗവൺമെൻറ് പിന്നെ നന്ദി ശ്രീ വി എൻ വാസു, ക്ലിയർ ആണ്.